എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഡേറ്റ്സും അതുപോലെ തന്നെ നട്ട്സും ആണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിനും കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റമദാന് ഈ ഒരു രീതിയിലൊരു ഹെൽത്തി സ്മൂത്തി തയ്യാറാക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ റമദാൻ സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 20 ആൽമണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഈ ബദാം ഓവർനൈറ്റാണ് സോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വൈകുന്നേരം ഇഫ്താർ ടൈമിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. വൈകുന്നേരം ആകുമ്പോഴേക്കും സോക്കായി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ ടൈം ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂറൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്കിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 20 കാഷ്യൂനട്ടാണ്. ഇത് നന്നായൊന്ന് കഴുകിയെടുക്കാം. ആദ്യം നന്നായി കഴുകിയെടുത്ത ശേഷം ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മളിനി അരച്ചെടുക്കുന്നത്. നന്നായൊന്ന് കഴുകിയെടുത്ത ശേഷം വേണം സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാൻ. നമ്മൾ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ മധുരം ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഡേറ്റ്സ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 6 ഡേറ്റ്സ് ആണ് ഈ ഒരു വെള്ളത്തിൽ തന്നെ കുതിരാൻ വേണ്ടി വയ്ക്കുന്നത്. ഡേറ്റ്സിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയും കൂടി നമ്മൾ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്താ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള നട്ട്സും ഡേറ്റ്സൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ നിന്നും കുരുവൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ബദാമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഡേറ്റ്സും ഉണക്കമുന്തിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അതിനെന്താ ബദാമും കാഷ്യൂനട്ടും ഡേറ്റ്സൊക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ സബ്ജ സീഡാണ് ചേർക്കുന്നത്. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ സബ്ജ സീഡൊക്കെ ആയി വരുന്നതാണ്. നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും സബ്ജ സീഡൊക്കെ നന്നായി സോക്കായി കിട്ടുന്നതാണ്. പാല് തിളപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനാണ് സ്റ്റൗവിൽ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഫുൾ ക്രീം മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ എക്സ്ട്രാ പഞ്ചസാരയോ അല്ലെങ്കിൽ മധുരമൊന്നും വേറെ ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ പാല് തിളപ്പിക്കുമ്പോൾ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും എന്താ നമ്മുടെ സബ്ജ സീഡ് അഥവാ കസ്കസൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെയാണ് നമുക്ക് സോക്ക് ചെയ്തെടുക്കേണ്ടത്. പാല് തിളയ്ക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ ഇപ്പോൾ വാനില ഫ്ലേവേർഡ് കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ. ഇനി ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്താണ് കലക്കിയെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് പാല് വേണമെങ്കിലും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കട്ടയില്ലാത്ത രീതിയിൽ നന്നായൊന്ന് കലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പാലൊക്കെ ചെറുതായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർക്കേണ്ടത്. അപ്പോൾ നന്നായൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിയിലല്ലെങ്കിൽ കട്ട പിടിക്കുന്നതാണ്. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം വേണം നമ്മളിതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ചേർക്കാൻ. അങ്ങനെ കസ്റ്റാർഡ് മിക്സും ചേർത്ത ശേഷം പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കൈ വിടാതെയാണ് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടത്. ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം വേണം ഇളക്കിക്കൊണ്ടിരിക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായി അടി പിടിക്കുന്നതാണ്. ചെറുതായിട്ടൊരു തിക്കായി വരുന്ന സമയത്താണ് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അതുവരെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ വാനിലയുടെ ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിന് ഉണ്ടാവുന്നത്. ഇതിന് പകരമായിട്ട് ഏത് തരം ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർക്കാവുന്നതാണ്. അങ്ങനത്തെ കസ്റ്റാർഡ് മിക്സും ചേർത്ത ശേഷം ചെറുതായിട്ടൊരു തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വരെ നമുക്ക് കുറുക്കിയെടുത്താൽ മതി. വല്ലാണ്ട് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ ബദാമുള്ള മിക്സാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്.
ഇനി ഡേറ്റ്സും ബദാമും എല്ലാം ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുന്നവരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും നല്ല ക്രീമി ടെക്സ്റ്റായിട്ടുള്ള ഒരു മിൽക്കായി മാറുന്നത് കാണാം. ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഡേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ കിസ്മിസിൻ്റെയും മധുരമാണ് നമ്മുടെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിലുണ്ടാവുന്നത്. ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമുക്ക് തണുപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ ചൂടോട് കൂടിയോ കഴിക്കാവുന്നതാണ്. അങ്ങനത്തെ കസ്റ്റാർഡ് പൗഡറും ഡേറ്റ്സും എല്ലാം ചേർത്ത് ചെറുതായിട്ടൊരു തിളയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതി ആവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബദാം ഡ്രിങ്ക് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. അതിനുശേഷം തണുത്ത ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചും കൂടി എടുക്കുന്നുണ്ട്. തണുത്ത ശേഷം നമുക്കിതിലേക്ക് കസ്കസ് ആഡ് ചെയ്യാം. നമ്മുടെ സ്മൂത്തിയൊക്കെ തണുത്ത് വരുമ്പോഴേക്കും ഞാനൊരു ആപ്പിളിൻ്റെ ഒരു പകുതിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല, ഏത് ഫ്രൂട്ടാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതും കൂടി അരിഞ്ഞ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റി ആയിരിക്കും, ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ. അങ്ങനെ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ സ്മൂത്തീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ് ചേർക്കുന്നത്, സബ്ജ സീഡ്. അതിനുശേഷം സ്മൂത്തിയായിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സബ്ജ സീഡും അതുപോലെ തന്നെ ഫ്രൂട്ടൊക്കെ നന്നായൊന്ന് മിക്സ് ആവുന്ന രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കാഷ്യൂ ആൻഡ് ബദാം സ്മൂത്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഷ്യൂ ബദാം സ്മൂത്തിയുടെ കൺസിസ്റ്റൻസി ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് നമ്മുടെ സ്മൂത്തി ഇരിക്കുന്നത്. അപ്പോൾ ഈ ചൂട് കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണം മാറ്റാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സ്മൂത്തി. പ്രത്യേകിച്ച് നമ്മളിതിനകത്ത് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്കത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡൊന്നും ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്രീമി ടെക്സ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ബദാമും നട്ട്സും എല്ലാം ചേർത്തിട്ടുള്ള ഈ ഒരു സ്മൂത്തി എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.